മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ വീണ്ടും ആക്രമണം. വർക്കലയിൽ നിന്നും മൂന്നാറിലേക്ക് പോയ സഞ്ചാരികൾക്ക് നേരെയാണ് തമിഴ്നാട് നിവാസികളുടെ ആക്രമണം ഉണ്ടായത്. ബസ് തല്ലിപ്പൊളിക്കാനും സഞ്ചാരികളെ ആക്രമിക്കാനും ശ്രമിച്ചു. അഖിൽ TS ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, എന്താണ് വ്യക്തമാവുന്നത്? ആര്യ, ഇത് ആദ്യമായല്ല മൂന്നാറിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. നിരവധി പലതവണ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപും പല പ്രാവശ്യം തമിഴ്നാട് സ്വദേശികളായ ഈ മൂന്നാറിൻ്റെ ടോപ്പ് സ്റ്റേഷൻ ഭാഗം, അതായത് മൂന്നാർ കൊടൈക്കനാൽ റോഡിൻ്റെ ഭാഗമാണ് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. വ്യൂ പോയിന്റാണ്. നിരവധിയായ വിനോദസഞ്ചാരികൾ ഓരോ ദിവസവും എത്തിച്ചേരുന്ന ഇടമാണ്. ഇതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് കേരളവും മറുഭാഗമെന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയുമാണ്. ഇവിടെ നിരവധിയായ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ആളുകൾ വഴിയോര കച്ചവടക്കാരായും ജീപ്പ് സവാരി നടത്തുന്ന ആളുകളായും ഡ്രൈവർമാരായിട്ടുള്ള ആളുകളായും ഒക്കെ തന്നെ നിരവധിയായ ആളുകൾ വർഷങ്ങളായി ഇവിടെ ഉള്ള ഒരു മേഖലയാണ്. ഇവിടെ കാലങ്ങളായി ഈ ഒരു പ്രവണത തുടർന്നു വരുന്നതാണ്. ഇത്തരത്തിൽ വിനോദസഞ്ചാരികളായി എത്തുന്ന ആളുകളെ, മലയാളികളായ ആളുകളെ പ്രധാനമായും ആക്രമിക്കുന്ന ഒരു നിലയുണ്ട്. ഇത്തരത്തിൽ ഈ 19-ാം തീയതിയാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത്. വർക്കലയിൽ നിന്നും കൊല്ലത്തെ പാരിപ്പള്ളിയിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികളുമായി എത്തിയ ബസ്സിനെയാണ് ഇത്തരത്തിൽ തമിഴ്നാട് സ്വദേശികളായ വഴിയോര കച്ചവടക്കാരും ജീപ്പ് ഡ്രൈവർമാരും ചേർന്ന് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആക്രമിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ടോപ്പ് സ്റ്റേഷൻ ഭാഗത്ത് ഈ ബസ് നിർത്തി അതിലെ വിനോദസഞ്ചാരികളെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് ഈ വണ്ടി നിർത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധിയായ തവണ, ഇതിനു മുൻപ് പലതവണ നമ്മൾ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കേരള പോലീസിന് ഇതിൻ്റെ അകത്ത് പരിമിതികളുണ്ട് എന്നുള്ളതാണ്. ദേവികുളം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ പ്രദേശം വരുന്നതെങ്കിലും ഇതിൻ്റെ ഈ ടോപ്പ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് കുരങ്ങിണി മേഖല, തമിഴ്നാട്ടിലെ കുരങ്ങിണി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കാൻ ദേവികുളം പോലീസിന് സാധിക്കില്ല. ദേവികുളം പോലീസ് എത്തി. ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദേവികുളം പോലീസിനെ അറിയിച്ചത് പ്രകാരം ദേവികുളം പോലീസ് സ്ഥലത്തെത്തി. ദേവികുളം പോലീസിൻ്റെ എസ്കോർട്ടോട് കൂടിയാണ് ഈ സഞ്ചാരികൾ ഈ മേഖലയിൽ നിന്ന് ഇവരുടെ അക്രമത്തെ ഭയന്നുകൊണ്ട് ഇവരുടെ പോലീസിൻ്റെ എസ്കോർട്ടോട് കൂടിയാണ് ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് മടങ്ങിയെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തുടർന്നു വരുന്നൊരു രീതിയാണ് മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ അക്രമം ഉണ്ടാവുക എന്നുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇത്തരത്തിലും ഇപ്പോൾ ഒരു അക്രമം ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കമ്പിവടികൾ ഉൾപ്പെടെ മരക്കഷ്ണങ്ങൾ ഉൾപ്പെടെയായി എത്തുന്ന ആളുകൾ ബസ് തല്ലിപ്പൊളിക്കാനും ഡ്രൈവറെ ആക്രമിക്കാനും അടക്കം പെട്ടെന്ന് തന്നെ ആ ഏരിയയിലുള്ള ആളുകൾ പെട്ടെന്ന് സംഘടിച്ചെത്തി ഇത്തരത്തിൽ കമ്പിവടികളും മരക്കഷ്ണങ്ങളും ഒക്കെയായി ആളുകളെ ആക്രമിക്കുന്ന രീതിയുണ്ട്, ഡ്രൈവറെ ആക്രമിക്കുന്ന രീതിയുണ്ട്, ബസ് തല്ലിപ്പൊളിക്കാനുള്ള ശ്രമമടക്കം ഉണ്ടായിരുന്നു. എന്തു തന്നെ ആയാലും കഴിഞ്ഞ കാലങ്ങളായി തുടർന്നു വരുന്ന രീതി ഇപ്പോഴും മൂന്നാറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്നൊരു അറുതി വരും എന്നുള്ളതാണ് മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും ടൂർ ഓപ്പറേറ്റർമാരും ബസ്സുകാരും ഒക്കെ ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ എന്തായാലും കൊല്ലത്ത് നിന്നെത്തിയ, വർക്കലയിൽ നിന്നെത്തിയ ഈ വിനോദസഞ്ചാരികളുമായിട്ട് വന്ന ബസ്സിൻ്റെ ആളുകൾ, ആ ടൂർ ഓപ്പറേറ്റർമാരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ നൽകുന്ന വിവരം, അവർ നിലവിൽ ഇന്ന് കുരങ്ങിണി പോലീസ് സ്റ്റേഷനിലെത്തി ഇതിന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമപരമായുള്ള പോരാട്ടം നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അവർ. ഏതറ്റം വരെയും പോയും ഈ ഒരു അക്രമത്തിന് അറുതി വരുത്തുമെന്നുള്ളതാണ് അവർ നമുക്ക് നൽകുന്ന വിവരം. ആര്യ, ശരി. അഖിൽ TS ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.